ഡിസ്കൗണ്ടിൽ അവിടെ ബിരിയാണി ഉണ്ടോ? ഞങ്ങൾ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ തന്നെ ബിരിയാണി ഉണ്ട്. 2 ഫുൾ ബിരിയാണി 160 റുപ്യ. അപ്പോൾ സ്പോട്ട് തച്ചങ്കോട്. ഞങ്ങൾ രാവിലെ തന്നെ കാറ് നന്നാക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ഓനാണ് വൈകുന്നേരം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ബസ്സിന് കയറി പോകണം. എങ്ങോട്ടൊന്നുമില്ല അല്ലേ? ബസ്സും കാത്ത് അടുത്തുള്ള ടൗണായ വണ്ടൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. തച്ചങ്കോട് മുതൽ വണ്ടൂർ വരെ ഏകദേശം ഒരാൾക്ക് ബസ് ചാർജ് എന്ന് പറയാൻ 15 രൂപ. എന്തായാലും പോയി നോക്കാം. ഈ കാണുന്നതാണ് വണ്ടൂരിലെ പ്രസിദ്ധമായ വണ്ടൂർ ടൗൺ സ്ക്വയർ. അപ്പൊ ഇന്ന് ടൗൺ സ്ക്വയറിലെ കാഴ്ചയാണ്. ആളുകളൊന്നുമില്ല, വിജനമാണ് സ്ഥലം. ഏതൊക്കെയോ കുറച്ച് ക്ലാസ് കുട്ടികളെ എന്തൊക്കെയോ പരിപാടിയും കൊണ്ട് വന്നിക്കണം. സുഹൃത്തുക്കളെ, ടൗൺ സ്ക്വയർ വന്നാൽ നല്ല നല്ല കാഴ്ചകളാണല്ലോ. കമിതാക്കളെ കൊണ്ടൊരു കളിയാണ്. ചെറിയ ചെറിയ പിഞ്ചോമ കുട്ടികൾ വന്നിട്ട് എന്താ പറയാ, ചാരലും അല്ലെ, പല പല ആക്ടിവിറ്റീസ് ആണ് അന്നാ കാണാം. ചെറിയ ചെറിയ കുട്ടികൾ എന്താ ചെയ്യുക, രക്ഷിതാക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്. നമ്മൾ പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് അല്ലെ ഭാവത്തോടെ പോവാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. കുട്ടികളൊക്കെ പറഞ്ഞു വിടുമ്പോഴേ. ഏകദേശം 10 വർഷത്തോളമായി ഒരു വണ്ടൂർ ടൗൺ സ്ക്വയർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ കയറാനോ പോകാനോ ഒന്നും വേണ്ട. കാരണം തികച്ചും ഫ്രീ ആണ് ഇവിടെ. കാരണം പല വിദ്യാർത്ഥികളും പല ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഇവിടെ തകൃതെ നടന്നു പോകുന്നൊരു സ്പോട്ടാണ് ഈ വണ്ടൂർ ടൗൺ സ്ക്വയർ. നമ്മുടെ അനിൽകുമാർ MLA പറഞ്ഞ പ്രകാരം ഇവിടെ കയറാൻ ഫീസ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ്. ഒരു പരിപാടിയില്ല. അപ്പൊ ഇങ്ങനെ അല്ലേ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നേരം പോകണം. ഏകദേശം 2 മണിക്ക് വണ്ടി കിട്ടുള്ളൂ. അപ്പൊ അതോടെ ഇങ്ങനെ ടൗൺ സ്ക്വയറിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ പല ആളുകളും പല ഭാഗത്തുനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ശരി, എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ ഉണ്ടല്ലേ? കുട്ടികളെ കാണണ്ട, നമ്മളെ പെണ്ണുങ്ങളെ നമ്മളെ തച്ച് ഉറക്കണം. ഇതിന്റെ ക്ലീനിങ്ങിന് ഇവിടെ 12ഓളം സ്റ്റാഫുകൾ ഇപ്പം നിലവിലുണ്ട്. ശരിയാ പറയടാ. വണ്ടൂരിന്റെ അഭിമാനമായ ഞങ്ങളുടെ അവിൽ മിൽക്ക് ഷോപ്പിലേക്കാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഏകദേശം 2 കിടിലൻ ഐസ്ക്രീം. ഇത് 60 രൂപ. ബൂസ്റ്റിന്റെ ഐറ്റംസ് ആണ്, ഫ്ലേവറാണ്. അപ്പോൾ കിടിലൻ തന്നെ പറയാം. നിങ്ങൾക്ക് ഈ വഴി പോവുകയാണെങ്കിൽ കയറിക്കോളൂ. കാരണം എന്താ പറയാ, അത്രയും സൂപ്പറാണ്. എന്താടാ ബസ്സില്ലേ? ഏകദേശം ഒരു 15 മിനിറ്റ് ഇരിക്കുന്നത്. ഞായറാഴ്ച 16 ഇഞ്ച്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞങ്ങൾക്കൊരു ബസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എന്താ ചെറിയ ഞങ്ങളുടെ പോണടാ ജി കോഴിക്കോട്. എത്ര കാലമായിട്ട് ബസ്സിൽ പോയിട്ട്? 8 വർഷമായില്ലേ? ഞാനേ അപ്പോൾ ഒരു കൊല്ലത്ത് പോയപ്പോൾ. സുഹൃത്തുക്കളെ, ഞങ്ങൾ നടക്കന്നെയാണ് അല്ലേ. വണ്ടിയില്ല, ഒന്നുമില്ല, വലിഞ്ഞ് നടക്കാണ് ഇപ്പോൾ. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അല്ലേ? കാണണ്ടേ? അന്നെ എന്തെങ്കിലും കാണിക്കും. അപ്പോൾ ഞങ്ങളെ വലിഞ്ഞ് നടക്കാണ് സുഹൃത്തുക്കളെ. വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലാണ്. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബായ്.